കാലമനുസരിച്ച് കോലം മാറിയാൽ തെറ്റില്ല. എന്നാൽ ഭരണത്തിനനുസരിച്ച് കാലം മാറിയാൽ അവരെ നിലപാടില്ലാത്തവർ എന്നേ പറയൂ. പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നിൽ സ്റ്റാറായ ഭീമൻ രഘുവിനെ കുറിച്ചാണ്. അഭിനയത്തിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ സജീവമായ ഭീമൻ രഘുവായിരുന്നു ആ വിരുന്നിലെ പ്രധാന VIP. ഗദ്ദറാണോ എന്ന് സംശയിക്കുന്ന തൂവെള്ള പൈജാമയും ഇട്ടെത്തിയ ഭീമനെ കണ്ടതും മുഖ്യമന്ത്രി ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. രഘുവും ഒട്ടും കുറച്ചില്ല. തിരിച്ചും പിടിച്ചു ഒന്നാന്തരം കെട്ടിപ്പിടുത്തം. പിണറായി വിജയൻ CM ആയിരുന്നപ്പോൾ വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചു തീരുന്നതുവരെ മണിക്കൂറുകളോളം അച്ചടക്കമുള്ള പട്ടാളക്കാരനെ പോലെ എഴുന്നേറ്റ് നിന്ന് കോമാളിത്തം കാണിച്ച ചരിത്രമുള്ള ആളാണ് ഭീമൻ രഘു. പിണറായിയോട് ആരാധനയും ഭക്തിയും ഒക്കെയാണെന്നാണ് അന്ന് പറഞ്ഞത്. ഭരണം മാറി ആരാധനയും പോയി. ഇപ്പോൾ ഭക്തി സതീശനോടാണ്. ഓണവിരുന്നിന് ക്ഷണിക്കേണ്ട പൗരപ്രമുഖരുടെ പട്ടിക തിരഞ്ഞു പിടിച്ചുണ്ടാക്കിയ സ്റ്റാഫുകൾക്ക് ഭീമൻ രഘു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. 2016 പത്തനാപുരത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കെട്ടിവെച്ച കാശു കളഞ്ഞ ചരിത്രമാണ് രഘുവിന്റേത്. ആ തെരഞ്ഞെടുപ്പിലെ ട്രോളുകൾ മുഴുവൻ ഒറ്റയ്ക്ക് ഏറ്റുവാങ്ങി വിഴുങ്ങിയ ഭീമൻ പിന്നീട് പൊങ്ങുന്നത് ഇടത് സർക്കാരിന്റെ വേദികളിലാണ്. പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്നാൽ കവാത്തു മറന്ന് കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഇത്തരം ചില നിലയ വിദ്വാൻമാരെ ഉപദേശകരും സ്റ്റാഫുകളും ചേർന്ന് പുതിയ മുഖ്യമന്ത്രിയുടെ ദർബാറിലേക്ക് മാനയിച്ചു കൊണ്ടുപോയി. പഴയ രാജശാലകളിലെ വിദൂഷകന്മാരെ പോലെ ഇത്തരക്കാരെ കൂടെ കൊണ്ടു നടക്കാൻ ഭരണാധികാരികൾക്ക് പ്രത്യേക താല്പര്യമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചുവടുമാറ്റത്തിന്റെ ഈ രാഷ്ട്രീയം കേവലം ഒരു ഭീമൻ രഘുവിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇത് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് ചുറ്റും ഈച്ചകളെ പോലെ ആർത്തു വിളിക്കുന്ന ഒരു പറ്റം അവസരവാദ രാഷ്ട്രീയത്തിന്റെ നേർചിത്രമാണ്. തത്വങ്ങളോ പ്രത്യയശാസ്ത്രങ്ങളോ ജനങ്ങളോട് കാണിക്കേണ്ട പ്രതിബദ്ധതയോ ഇല്ലാതെ അധികാരം എവിടെയുണ്ടോ അങ്ങോട്ട് നിലപാട് മാറ്റുന്ന ഇത്തരം ഓന്തുവേഷങ്ങൾ ജനാധിപത്യത്തിന് അപമാനമാണ്. ഇന്നലെ വരെ ഏതൊരു പ്രസ്ഥാനത്തെയും പ്രത്യയശാസ്ത്രത്തെയും നെഞ്ചിലേറ്റ് നടന്നുവോ ആ പ്രസ്ഥാനം അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ തനിക്ക് വ്യക്തിപരമായ ലാഭങ്ങൾ കിട്ടാതാവുകയോ ചെയ്യുമ്പോൾ നിമിഷം നേരം കൊണ്ട് നിലപാട് മാറ്റി പുതിയ ഭരണാധികാരിയുടെ പാദസേവ ചെയ്യാൻ ഇറങ്ങുന്നത് വല്ലാത്തൊരു അധംപതനമാണ്.